നമസ്കാരം. ആധുനിക കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് റിപ്പോർട്ടർ ചാനൽ എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ സാന്നിധ്യമാണ്. കള്ളപ്പണ ഇടപാടുകളിലൂടെയും ക്രിമിനൽ പ്രവൃത്തികളിലൂടെയും ധനം സമ്പാദിക്കുകയും ആ സമ്പാദ്യത്തിൻ്റെ പുറത്ത് അനധികൃതമായി ഒരു ചാനൽ ഏറ്റെടുക്കുകയും ആ ചാനൽ അവരുടെ കള്ളപ്പണ സാമ്രാജ്യം വളർത്തുന്നതിന് വേണ്ടിയുള്ള ഉപാധിയായി ഉപയോഗിക്കുകയും അതിനെ എതിർക്കുന്നവരെ എത്ര നിരപരാധിയാണെങ്കിലും സത്യസന്ധനാണെങ്കിലും അപമാനിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന അതിന് ഭരണകൂടത്തിൻ്റെ ഒത്താശയുള്ള ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് റിപ്പോർട്ടർ ചാനൽ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. സാങ്കേതിക വൈദഗ്ധ്യവും ഏറ്റവും പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരെ തന്നെ വലിയ പണം കൊടുത്ത് ഹയർ ചെയ്ത് അവരെ കൊണ്ട് ഏതു നുണയും പറയിപ്പിക്കാനുള്ള ഉളുപ്പില്ലായ്മയും മാധ്യമപ്രവർത്തനത്തെ മാത്രമല്ല ഈ സമൂഹത്തെ തന്നെ ആപത്തിലേക്ക് തള്ളിവിടുന്നു. കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് അഴിമതിയും തട്ടിപ്പും നടത്തുക എന്ന ലക്ഷ്യത്തിൽ ഒരു കുടുംബത്തിലെ കളങ്കിതരായ 3 സഹോദരന്മാർ ഈ നാടിനെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന സാക്ഷ്യപത്രമാണ് ഈ ചാനൽ. അഴിമതിയും തട്ടിപ്പും ധൂർത്തും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒത്താശ കൂടി ഉള്ളതോടെ അവരുടെ എല്ലാ തിന്മകൾക്കും ഇവർ കൂട്ടുനിൽക്കുന്നതുകൊണ്ട് പരസ്പര സഹായ സഹകരണ സംഘം എന്ന നിലയിൽ കേരളത്തെ മുടിപ്പിച്ച് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിച്ച് മുമ്പോട്ട് പോവുകയാണിവർ. ഇവർക്കെതിരെ ശബ്ദമുയർത്തുന്നവർ ആരാണെങ്കിലും അവരെ അപമാനിക്കുന്നതിന് വേണ്ടി നിരന്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇവരുടെ ഈ തട്ടിപ്പ് തുറന്നു പറയുന്നത് കൊണ്ട് നിരന്തരം വ്യാജ വാർത്തയ്ക്കിരയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത്തരം വ്യാജ വാർത്തകളൊന്നും ഭയപ്പെടുത്തുകയോ പിന്നോട്ട് പോവാൻ കാരണമാവുകയോ ചെയ്യാത്തതുകൊണ്ട് ഇതൊക്കെ തള്ളിക്കളയാനുള്ള പ്രാപ്തി എന്നെപ്പോലുള്ളവർക്കുണ്ട്. എന്നാൽ പരിമിതികളുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഇവരുടെ കള്ളത്തരത്തെക്കുറിച്ച് പൊതുസമൂഹം അല്പമെങ്കിലും ചർച്ച ചെയ്തത് മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയപ്പോഴാണ്. മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി അവർ എറണാകുളത്തെ കലൂർ സ്റ്റേഡിയം ഏറ്റെടുത്ത് ശരിയാക്കും എന്ന് പറഞ്ഞത് വ്യാജമാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന കാര്യമോ മെസ്സി വരുന്ന കാര്യമോ മെസ്സിയോ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനോ അറിഞ്ഞിരുന്നില്ല. മെസ്സിയും സംഘവും ഇങ്ങോട്ട് വരണമെങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനാണ് തീരുമാനമെടുക്കേണ്ടത്. അവരാരും അറിയാതെ ജനത്തെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. ഇത്തരത്തിൽ നിരന്തരം കള്ളത്തരങ്ങൾ കാണിച്ച് അവരുടെ കള്ളപ്പണ സാമ്രാജ്യം വളർത്തിക്കൊണ്ടുവരികയാണ് ഈ ചാനൽ ചെയ്യുന്നത്. എന്നാൽ സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് തെളിയുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. എന്തെല്ലാം തട്ടിപ്പ് നടത്തിയാലും ഏതെല്ലാം ഭരണകൂടത്തിന് പിന്തുണയുണ്ടെങ്കിലും സത്യത്തെ തോൽപ്പിക്കാനാവില്ല എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിൽ ജോലിയെടുക്കുന്ന ഓരോരുത്തരും ഇവരുടെ കള്ളത്തരത്തിൽ മനം മടുത്ത് പണി മതിയാക്കി പോകുന്നു. റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ഇപ്പോൾ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അവർക്ക് പണമല്ലാതെ മറ്റൊരു കാര്യത്തിലും താല്പര്യമില്ലാത്തവരാണ്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ വിട്ട പ്രമുഖ സുജയ പാർവതിയാണ്. അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ നിന്നും ഓരോരുത്തരായി പടിയിറങ്ങുകയും പകരം അമിത പണം കൊടുത്ത് അതൊക്കെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും സാധിക്കാത്തത് കൊണ്ട് റിപ്പോർട്ടറിന്റെ റേറ്റിംഗിന് വീഴ്ച വന്നു തുടങ്ങി. ഒന്നിനുമേൽ ഒന്നായി ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീഴുകയും ഇവർക്ക് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിലെ മുട്ടിൽ എന്ന സ്ഥലത്തെ തേക്കും ഈട്ടിയും അടക്കം 500 വർഷത്തിലധികം പഴക്കമുള്ള മരങ്ങൾ അനധികൃതമായി വ്യാജരേഖയുണ്ടാക്കി മുറിച്ചു മാറ്റിയ കേസിലെ പ്രതികളാണിവർ. വയനാട്ടിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ പല കേസുകളുണ്ട്. വനം വകുപ്പിന്റെ കേസുകളിലും ഇവർ പ്രതികളാണ്. ഇവർ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചത് തന്നെ സർക്കാരിന്റെ കോടികൾ വിലമതിക്കുന്ന മരം മുറിച്ചായിരുന്നു. സർക്കാരുമായി നല്ല ബന്ധത്തിലായതുകൊണ്ട് വേണ്ട വിധത്തിൽ സഹായം ചെയ്തു തരും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയപ്പോൾ അവിടേക്കെത്തിയ മാധ്യമപ്രവർത്തകരോട് അവർ പറഞ്ഞത് സർക്കാർ സഹായിക്കും, മുട്ടിൽ മരമുറി കേസിൽ നമ്മൾ നിരപരാധികളാണ് എന്ന് കണ്ട് വെറുതെ വിടുമെന്നാണ്. എന്നാൽ സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ നട്ടെല്ല് വളയ്ക്കാതെ കേസന്വേഷണവുമായി മുമ്പോട്ട് പോയതുകൊണ്ട് ഇപ്പോൾ വലിയ തിരിച്ചടി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ താല്പര്യം കാണിച്ചിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ വഴങ്ങാതിരുന്നതുകൊണ്ട് അവരാദ്യം ചെയ്തത് മുട്ടിൽ മരമുറി കേസിൽ കേസന്വേഷിച്ച 3 പോലീസ് ഉദ്യോഗസ്ഥരെ കള്ള ബലാത്സംഗ കേസിൽ പ്രതി ചേർത്ത് ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിനോദ് എന്ന CIയും ബെന്നി എന്ന DYSPയും സുജിത് ദാസ് എന്ന SPയും ഇവരുടെ വരുതിക്ക് വരാത്തതുകൊണ്ട് കൃത്യമായി കേസ് അന്വേഷിച്ചതുകൊണ്ട് അവരെ ജയിലിൽ അടയ്ക്കാൻ ഒരു നീക്കം നടത്തി. അതിന്റെ ഭാഗമായി റിപ്പോർട്ടർ ചാനൽ തന്നെ ഒരു സ്ത്രീയെ രംഗത്തിറക്കുന്നു. ആ സ്ത്രീ പരാതിപ്പെടാൻ പോയപ്പോൾ വിനോദ് എന്ന CI അവരെ റേപ്പ് ചെയ്തുവെന്നും
അതേക്കുറിച്ച് പരാതിപ്പെടാൻ പോയപ്പോൾ ബെന്നി എന്ന ഡിവൈഎസ്പി റേപ്പ് ചെയ്തെന്നും അതേക്കുറിച്ച് പരാതിപ്പെടാൻ പോയപ്പോൾ സുജിത് ദാസ് എന്ന SP റേപ്പ് ചെയ്തെന്നുമായിരുന്നു പരാതി. റിപ്പോർട്ടർ ചാനൽ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് സഹിതം കള്ളവാർത്ത വലിയ തോതിൽ ബ്രേക്ക് ചെയ്തു. എന്നാൽ ഇത് റിപ്പോർട്ടർ ചാനൽ മനഃപൂർവ്വം ഈ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി തടി കാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. അവർക്കെതിരെ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അവർ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രാഥമിക അന്വേഷണം നടത്തി നിലനിൽക്കുമെങ്കിൽ മാത്രം കേസെടുത്താൽ മതി എന്ന് ഉത്തരവിട്ടു. ഈ ഉത്തരവിനെതിരെ ഒരു സാധാരണക്കാരിയ സ്ത്രീ സുപ്രീം കോടതിയിൽ പോയത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പിന്നീട് റിപ്പോർട്ടർ ആയതുകൊണ്ട് വലിയ അഭിഭാഷകരെ വെച്ച് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും പറഞ്ഞു, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായാൽ പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് മജിസ്ട്രേറ്റിന് തീരുമാനമെടുക്കാമെന്ന്. ഇത് വലിയ തിരിച്ചടിയായി മാറി റിപ്പോർട്ടർ ചാനലിനെ. എന്ന് വെച്ചാൽ വ്യാജ ബലാത്സംഗ കേസിൽ 3 പോലീസ് ഓഫീസർമാരെ കൊടുക്കാനുള്ള റിപ്പോർട്ടർ ചാനൽ നീക്കം അടിമുടി പാളിപ്പോയി. ഈ നാട്ടിലെ IPSകാരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാം എന്നുള്ള അഹങ്കാരത്തോടുകൂടി റിപ്പോർട്ടർ ചാനൽ നടത്തിയ വൃത്തികെട്ട നീക്കമാണ് സുപ്രീം കോടതി പൊളിച്ചു കളഞ്ഞത്. ഈ ക്ഷീണം തീരുന്നതിന് മുമ്പാണ് മറ്റൊരു വാർത്ത ഇന്നലെ പുറത്തു വരുന്നത്. അഗസ്റ്റിൻ സഹോദരന്മാർ, അതായത് റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ എന്ന് അവകാശപ്പെടുന്നവർ, അവരാണ് മുതൽ മുടക്കുന്നത്, അവരുടെ പേരിലല്ലെങ്കിലും അവർ അനധികൃതമായി കാട്ടിൽ നിന്ന് വെട്ടിയ തടി അവരുടേതാണ്, അത് അറ്റാച്ച് ചെയ്ത വനം വകുപ്പിന്റെ തീരുമാനം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോയിരുന്നു. കോടതി അവരുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു. എന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ സ്വത്ത് തന്നെയാണ്, നിങ്ങൾ അതിൽ കൈവയ്ക്കേണ്ട എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി 1964 ശേഷം തനിയെ കിളിർത്തു വന്ന മരങ്ങളാണ് വെട്ടിയത് എന്ന് നിയമത്തിന്റെ പഴുതുപയോഗിച്ച് വ്യാഖ്യാനിച്ച് തടി തപ്പാനുള്ള നീക്കം അട്ടിമറിക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മരത്തിന്റെ DNA പരിശോധന വരെ നടത്തിയിരുന്നു. DNA പരിശോധനയിൽ മരങ്ങളിൽ പലതും 500 വർഷം പഴക്കമുള്ളതാണെന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെ ആ പഴുതിലൂടെ രക്ഷപ്പെടാൻ കഴിയില്ല. എന്ന് വെച്ചാൽ റിപ്പോർട്ടർ മുതലാളിമാർ കാട്ടിലെ തടി സ്വന്തമാക്കാൻ നടത്തുന്ന നീക്കം കോടതി പൊളിച്ചിരിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അവർക്ക് തിരിച്ചടികളുടെ മഹാപൂരമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇവരുടെ സ്വതസിദ്ധമായ വ്യാജ വാർത്തകൾക്കിരയായി കിറ്റക് സാബു മാറുന്നത്. കിറ്റക് സാബുവിനെ നമുക്കൊക്കെ അറിയാം, തൻ്റെ ഇടത്തിന്റെ പ്രതീകമാണ് സാബു ജേക്കബ്. തൻ്റെ കമ്പനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ സ്വന്തം പാർട്ടി ഉണ്ടാക്കി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്ത് വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ച ആളാണ്. സർക്കാരിനോട് നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന ആളാണ്. 2020 എന്ന കിറ്റക് സാബു തുടങ്ങിയ പ്രസ്ഥാനം NDAയുടെ ഘടകകക്ഷിയായതോടെ വലിയ തോതിൽ പരിഹസിക്കലുമായി പലരും രംഗത്തെത്തി. അതിന് നേതൃത്വം കൊടുത്തവരിൽ റിപ്പോർട്ടർ ചാനലും ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു, ED കേസ് ഭയന്നാണ് 2020 NDAയുടെ ഭാഗമായതെന്ന്. ഇന്നലെ സാബു ഒരു പത്രസമ്മേളനം നടത്തി റിപ്പോർട്ടർ ചാനൽ ഉടമകളെ അക്ഷരാർത്ഥത്തിൽ പൊരിച്ചു കളഞ്ഞു. മാംഗോ ഫോണിലൂടെയാണ് ആദ്യം കേൾക്കുന്നത്, പിന്നീട് മുട്ടിൽ മരമുറിയിലൂടെയും ഇപ്പോൾ മെസ്സിലൂടെയും കേട്ടു. അവർ നിയമവിരുദ്ധമായി തട്ടിപ്പ് നടത്തി ഒരു ചാനൽ സ്വന്തമാക്കി നടത്തുന്ന വൃത്തികേടിനെതിരെ നിയമപരമായി പോരാട്ടം തുടർന്ന മതിയാവും. ഈ ചാനലിന് ലൈസൻസ് പോലുമില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് കിറ്റക് സാബു ആദ്യം ഉയർത്തിയത്. പല ബാങ്കുകളിൽ പല രൂപത്തിൽ വെച്ച് തട്ടിപ്പ് നടത്തിയതായിട്ടൊരു ബാങ്കിൻ്റെ പരാതിയെ തുടർന്നാണ്. അതിനുശേഷം മറ്റ് ബാങ്കുകൾ വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീലർഷിപ്പ്, അങ്ങനെ വിവിധ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 2021 മരമുറി കേസിലാണ് അദ്ദേഹം വീണ്ടും പ്രസിദ്ധനാവുന്നത്. ഇദ്ദേഹം ഈ മരമുറി കേസിൽ ഏതാണ്ട് മാസങ്ങളോളം ജയിലിൽ കടന്ന് പുറത്തിറങ്ങി പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ചാനൽ ഏറ്റെടുത്തുകൊണ്ടാണത്. അതെല്ലാവരും അത്ഭുതപ്പെടുത്തി. കാരണം 2016 ഏതാനും കോടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും മാത്രം തിരിമറികൾ നടത്തിയ ഒരാൾ എങ്ങനെ ഒരു ചാനൽ ഏറ്റെടുക്കാനായിട്ടുള്ള പണം എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്ര കേസുകളുണ്ട് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 17 കേസുകളിൽ 8 കേസുകൾ വെറുതെ വിട്ടു, 9 കേസുകൾ ലൈവായിട്ട് ഉണ്ട്. അതില് ഗർഭിണിയായ സ്ത്രീയെ ഉപദ്രവിച്ചത് മുതൽ, ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞത്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തടഞ്ഞ് വണ്ടിയിൽ നിന്ന് പോലീസുകാരെ ഉപദ്രവിച്ച് ചാടാൻ ശ്രമിച്ചതിന്റെ കേസ് മുതൽ അങ്ങനെയുള്ള ഒട്ടനവധി കേസുകളാണുള്ളത്. ഇതിനെതിരെ ഈ മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില ചാനലുകൾ ചില വാർത്തകൾ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടായി പോലും. അദ്ദേഹം അതിനെതിരെ കർണാടകയിൽ പോയിട്ട് ഇവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. അങ്ങനെ കോടതി ഇഞ്ചക്ഷൻ കൊടുത്തു, ഈ വാർത്തകളെല്ലാം നിർത്തിവെക്കണം, യൂട്യൂബിൽ നിന്നും എല്ലാത്തിൽ നിന്നും
നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ചാനലുകാർ കോടതിയെ സമീപിച്ചു, സത്യാവസ്ഥ തെളിയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതേ കോടതി തന്നെ അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത, നീക്കം ചെയ്ത വാർത്തകൾ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം 10,000 രൂപ പിഴയും അടുപ്പിച്ചു. അതായത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്. അപ്പോ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോ കിറ്റക്സിന്റെ പുറകെ, സാബു ജേക്കബിന്റെ പുറകെ നടന്ന് നിരവധി വസ്തുതാവിരുദ്ധമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോയി ചോദിക്കേണ്ടത് 27 കേസുണ്ടായോ, ഇന്ന് കോടതി നിഷേധിച്ചില്ലേ? തെറ്റായിട്ട് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് 10,000 രൂപ ഫൈൻ അടച്ചില്ലേ? ചോദിക്കും നിങ്ങളുടെ ഓണറോട്. ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കാം ആദ്യം, നിങ്ങളടക്കം പെടുവല്ലെങ്കിൽ. കാരണം നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് വരെ നിങ്ങൾക്ക് അറിയില്ല, ഒരുപക്ഷെ നിങ്ങളെയൊക്കെ വഞ്ചിക്കുകയായിരുന്നു കാണും ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. കിറ്റക്സ് സാബുവിനെതിരെ നടത്തിയ വ്യാജ വാർത്തകളെല്ലാം സാബു പൊളിച്ചു കളഞ്ഞു. 100% എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിക്ക് GST അടയ്ക്കേണ്ടതില്ല, അതിലേക്ക് വാങ്ങുന്ന സാധനങ്ങളും GST അടയ്ക്കാറുണ്ട്. 40 കോടിയോളം രൂപ കമ്പനിക്കാണ് കിട്ടാനുള്ളത്. ഇതൊക്കെ വാസ്തവമായിരിക്കവേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കിറ്റക്സിനെതിരെ നടത്തുന്ന വ്യാജ വാർത്തയ്ക്കെതിരെ സാബു ആഞ്ഞടിക്കുകയായിരുന്നു. ഈ ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പൊക്കി കാണിച്ചിട്ട് പറയാണ്, ഇത് 6.5 കോടി രൂപ അടയ്ക്കാൻ പറഞ്ഞു, അത് കൊടുക്കാതെ മുങ്ങി നടക്കുകയാണ്. ഈ 6.5 കോടി ഡ്രാഫ്റ്റ് റിപ്പോർട്ടാണത്. സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു എക്സ്പോർട്ടിന് GST വരുന്നില്ല, ഞങ്ങൾ GST ബില്ല് വേണ്ട. അതേ സമയത്ത് ഞങ്ങൾ മേടിക്കുന്ന റോ മെറ്റീരിയലിന് ഞങ്ങൾ GST കൊടുക്കുന്നുണ്ട്. അത് എക്സ്പോർട്ടിംഗ് കമ്പനി ആയതുകൊണ്ട് ആ GST ഞങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. ക്രെഡിറ്റ് തിരിച്ചു കിട്ടണം. ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയല്ല വേണ്ടേ, തിരിച്ചു കിട്ടുകയാണ് വേണ്ടത്. ഇന്ന് GST ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ട് 42 കോടി രൂപ ഇന്നോടാണ് തരേണ്ടത്, ഞങ്ങൾ അങ്ങോട്ടല്ല കൊടുക്കേണ്ടത്. 42 കോടി രൂപ ക്രെഡിറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തരേണ്ടതാണത്. ആ സ്ഥലത്താണ് അതിനെ വളച്ചൊടിച്ച് ഇങ്ങനെയൊരു തെറ്റായിട്ടുള്ള വിവരം നൽകിയത്. അമേരിക്കൻ ഗവൺമെന്റിനെ അവിടുത്തെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി 20 രൂപ 100 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് അയച്ച് 80 രൂപ ഹവാലയായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ഇതുപോലെ ഇത്രയും ശുദ്ധമായ കളവ് എങ്ങനെ പറയാൻ സാധിക്കുന്നു? വാൾമാർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് $700 ബില്യൺ സെയിൽസ് ഉള്ള ഒരു കമ്പനിയാ. ഇവരൊക്കെ മണ്ടന്മാരാണോ? നമുക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റിപ്പോർട്ടർ ടിവിയോട് ഉത്തരം പറയാൻ ആഗ്രഹിക്കില്ല. ഇനി നമ്മുടെ ചോദ്യവും ഉത്തരവും കോടതിയിൽ കാണാം. നമുക്ക് ഇതാരെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ പലരും തുടരും. അപ്പോൾ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ളവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിലയ്ക്ക് നിർത്തണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒട്ടനവധി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതെല്ലാം ശേഖരിച്ച് അതിന്റെ ആദ്യ പടിയായിട്ട് ഇവർക്ക് നോട്ടീസ് ഞങ്ങൾ കൊടുക്കുകയാണ്. ഇനി അടുത്ത പടി എന്ന് പറയുന്നത് കോടതിയിൽ ഈ പറയുന്ന സൂട്ട് ഫയൽ ചെയ്യുക. ആ ഫയൽ ചെയ്യുന്നതോടൊപ്പം ഈ 16 പേരുടെയും സ്വത്തുവകകൾ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിന് പുറമെ ഈ 16 പേരുടെയും പേരില് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യും. കാരണം ഇത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ചാനൽ കയ്യിലുണ്ട്. എന്ത് തോന്നിയവാസവും ആരെയും ഉപദ്രവിക്കാം, എന്ത് തെറ്റിദ്ധാരണകളും പരത്താം, എന്ത് വൃത്തികേടുകളും ചെയ്യാം എന്നുള്ള ആ ധാരണ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും കിറ്റക്സ് സാബു 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായി നോട്ടീസ് അയക്കുന്നു. ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ ഇല്ലാതാകുമെന്ന് തീർച്ച. പലപ്പോഴും ഒരു സ്വാധീനമുള്ള ചാനൽ എന്ന നിലയിൽ രാഷ്ട്രീയക്കാരടക്കമുള്ളവർ നിശബ്ദത പാലിക്കുന്നതാണ് ഇത്തരക്കാരെ വഷളാക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിട്ടും അവരുമായി ധാരണയിലെത്തുകയും ചാനൽ ചർച്ചയ്ക്ക് പോവുകയും ചെയ്ത ഭീരുത്വമാണ് പലപ്പോഴും ആളുകൾക്കുള്ളതെങ്കിൽ കിറ്റക്സ് സാബു വെറുതെ ഇരിക്കില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ഇത്തരം വ്യാജ കഥകൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ കേസ് നിലവിലുണ്ട്. 100 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേസ് കൊടുത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ 100 കോടിക്കൊപ്പം 250 കോടി ചോദിച്ചുകൊണ്ട് ഇപ്പോൾ കിറ്റക്സ് സാബുവും രംഗത്ത് വന്നിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും റിപ്പോർട്ടർ മുതലാളിമാരുടെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു. റിപ്പോർട്ടറിന്റെ കള്ള സാമ്രാജ്യം തകർന്നു വീഴാനുള്ള തുടക്കം തന്നെ കാണിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഈ സംഭവങ്ങൾ.